ഇന്ന് നമുക്ക് അരിത്മെറ്റിക് സീക്വൻസ് എന്താണെന്ന് പഠിക്കാം. അരിത്മെറ്റിക് സീക്വൻസിന് അരിത്മെറ്റിക് പ്രോഗ്രഷൻ എന്നും പറയാറുണ്ട്. അരിത്മെറ്റിക് പ്രോഗ്രഷൻ, അതിന് ഷോർട്ടായിട്ട് AP എന്നും പറയാറുണ്ട്. അരിത്മെറ്റിക് പ്രോഗ്രഷൻ. അപ്പൊ എന്താണ് അരിത്മെറ്റിക് പ്രോഗ്രഷൻ എന്ന് ചോദിച്ചാൽ അതൊരു സീക്വൻസ് ആണ്. ബേസിക്കലി കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച പോലെ ഒരു സീക്വൻസ് ആണ്. ഞാൻ ഒരു എക്സാമ്പിളിൽ തുടങ്ങാം അല്ലെ. C10, 13, 16. ഇവിടെ ഒരേ നമ്പർ ആണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. 10ന്റെ കൂടെ 3 ആഡ് ചെയ്തപ്പോൾ നെക്സ്റ്റ് നമ്പർ കിട്ടി. 13ന്റെ കൂടെ 3 ആഡ് ചെയ്തപ്പോൾ അടുത്ത നമ്പർ കിട്ടി. ഇനി അടുത്ത ആൾ ആരായിരിക്കും? 3 ആഡ് ചെയ്യണം അല്ലേ. +3 ചെയ്യുമ്പോൾ 19 കിട്ടി. പിന്നെയോ +3 ചെയ്യുമ്പോൾ 22. കണ്ടോ, ഇതുപോലെ പോകുന്ന സീക്വൻസുകൾക്കാണ് അരിത്മെറ്റിക് സീക്വൻസ് എന്ന് പറയുന്നത്. അതായത് ഒരേ നമ്പർ, സെയിം നമ്പർ നമ്മളിങ്ങനെ ആഡ് ചെയ്ത് മൂവ് ചെയ്യുന്നു. ഇനി വേറൊരു എക്സാമ്പിൾ നോക്കാം. 22, 20, 18, 16. ഇങ്ങനെയാണ് മൂവ് ചെയ്യുന്നതെന്ന് വിചാരിച്ചോ. ഇവിടെയും ആക്ച്വലി എന്താണ്, നമ്പർ പുറകോട്ട് പോയ പോലെ ഉണ്ട് അല്ലെ, ചെറുതായിവാണ് ചെയ്തത്. അപ്പൊ 22 -2 ആണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ മാത്സിന്റെ ഭാഷയിൽ പറഞ്ഞാല് ആഡിങ് -2 to a number to get the next number. അപ്പൊ -2 ഒരു നമ്പറിന്റെ കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് അടുത്ത നമ്പർ കിട്ടുന്നത്. അപ്പൊ ഇതും ശരിക്കും പറഞ്ഞാൽ AP ആണ്. ആഡ് ചെയ്യുന്നത് -2 ആണെന്ന് മാത്രം. അപ്പം ഇതിനകത്ത് കുറച്ച് ടേംസ് നമുക്ക് പഠിക്കാനുണ്ട്. ഒരു AP, ഇത് ഞാൻ AP എന്ന് പറയുവാണ്, അരിത്മെറ്റിക് പ്രോഗ്രഷൻ. ഇതിൽ ആദ്യം വന്ന നമ്പറിന് നമ്മൾ ഫസ്റ്റ് ടേം എന്നാണ് പറയുക. ഫസ്റ്റ് ടേം, അതിന് ഷോർട്ടായിട്ട് എഴുതുന്നത് A എന്നാണ്. ഫസ്റ്റ് ടേം ചിലപ്പോൾ നമ്മൾ A1 എന്നും എഴുതാറുണ്ട്, ഫസ്റ്റ് ടേം. അതുപോലെ നമ്മൾ ഏത് നമ്പർ ആണോ തുടർച്ചയായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത്, കണ്ടിന്യൂസ് ആയിട്ട് ഒരു ടേമിന്റെ കൂടെ ആഡ് ചെയ്ത് അടുത്ത നമ്പർ കിട്ടുന്നത്, ആ നമ്പറിന് പറയുന്ന പേരാണ് കോമൺ ഡിഫറൻസ്. കോമൺ ഡിഫറൻസ്, അതിന് ഷോർട്ടായിട്ട് D എന്നാണ് പറയാറ്, സ്മോൾ ലെറ്റർ D. അപ്പൊ ഈ രണ്ടാമത്തെ നമ്മൾ എഴുതിയ AP-ല് D എന്ന് പറയുന്നത് -2 ആണ്. ഇവിടെ A എന്ന് പറയുന്നത് 22 ആണ് അല്ലെ, രണ്ടാമത്തെ AP-ല്. ആദ്യത്തെ AP-ല് D എത്രയായിരുന്നു? 3 ആയിരുന്നു. അതുപോലെ A എന്ന് പറയുന്നത് 10 ആയിരുന്നു. അപ്പൊ ഫസ്റ്റ് ടേം എന്താണെന്നും കോമൺ ഡിഫറൻസ് എന്താണെന്നും മനസ്സിലായല്ലോ. ഇനി നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ APs? If they form AP, find the common difference D and write 3 more terms. അപ്പം ഇവിടെ തന്നിരിക്കുന്നത് AP ആണോ എന്ന് ആദ്യം നോക്കണം. ഓക്കെ, എന്നാൽ ആദ്യം അത് തന്നെ ചെയ്തേക്കാം. ഫസ്റ്റ് വന്നേക്കുന്നത് 2, 4, 8, 16 എന്നാണ്. അപ്പൊ 2, 4, 8, 16. 2ന്റെ കൂടെ 2 ആഡ് ചെയ്തപ്പോ 4 കിട്ടും. പക്ഷെ 4ന്റെ കൂടെ 2 ആഡ് ചെയ്താൽ 8 കിട്ടില്ല. അപ്പൊ അതുകൊണ്ട് എന്ത് പറയാം? ദിസ് ഇസ് നോട്ട് ആൻ AP. ഇത് AP അല്ല. AP ആണെങ്കിൽ മാത്രം ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്താൽ മതി. ഇനി സെക്കൻഡ് വൺ തന്നിരിക്കുന്നത് 2, 5/2, 3, 7/2 അങ്ങനെയാണ് അല്ലെ. അപ്പോ ഈ ഇതിനകത്ത് ആദ്യം വന്നിരിക്കുന്നത്, ഫസ്റ്റ് ടേം വന്നിരിക്കുന്നത് 2 ആണ്. സെക്കൻഡ് ടേം വന്നിരിക്കുന്നതോ 5/2 ആണ്. അപ്പോ 5/2 -2 ചെയ്ത് നോക്കാം. കോമൺ ഡിഫറൻസ് ആയിട്ട് വരുന്നത് അതായിരിക്കും ഉണ്ടെങ്കിൽ. ഓക്കെ, 5/2 -2. അപ്പം ഒരു ഫ്രാക്ഷൻ ആണ് അല്ലെ 5/2. ഇവിടെയോ ഈ 2 എന്ന് പറയുന്നയാള് ഫ്രാക്ഷൻ അല്ല, ഡിനോമിനേറ്റർ ഇല്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യാറ്? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യും അല്ലെ. ഇവിടുത്തെ ഡിനോമിനേറ്റർ കൊണ്ട് ഈ നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്യും. അപ്പൊ 5 - 2 × 2 4 ഹോൾ ഡിവൈഡഡ് ബൈ 2 എന്ന് വന്നു. 5 - 4 1. അപ്പൊ 1/2 ആണ്. ഈ രണ്ട് ടേംസ് തമ്മിലുള്ള ഡിഫറൻസ് 1/2 ആണ്. അപ്പൊ ആഡ് ചെയ്ത് കൊടുത്തത് 1/2 ആണ് എന്ന് പറയാം. 2ന്റെ കൂടെ 1/2 ആണ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് അടുത്തതും അതേ പാറ്റേണിലാണോ പോയിരിക്കുന്നത് എന്ന് നോക്കാം. അതായത് 3 അല്ലെ, മൂന്നാമത്തെ ടേം ആയിട്ട് ഇവിടെ കിടക്കുന്നത് 3 ആണ്. 3 5/2 സബ്ട്രാക്ട് ചെയ്യാം. 3 - 5/2. ഇവിടെയും ഈ രണ്ടാമത് കിടക്കുന്നത് ഒരു ഫ്രാക്ഷൻ, പക്ഷെ ആദ്യം വന്നിരിക്കുന്നത് ഫ്രാക്ഷൻ അല്ല. അതുകൊണ്ട് നമുക്ക് വീണ്ടും എന്ത് ചെയ്യണം? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. 2 × 3 6. അപ്പൊ 6 - 5 ഹോൾ ഡിവൈഡഡ് ബൈ 2 1/2. അപ്പൊ ഇവിടെയും വന്നിരിക്കുന്നത് ഡിഫറൻസ് 1/2 തന്നെയാണ് അല്ലെ. സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേമും 1/2 ആണ്. ഇനി
അടുത്തതും കൂടി ചെക്ക് ചെയ്യണം. ശരിക്കും പറഞ്ഞാൽ ആദ്യത്തെ രണ്ടെണ്ണം ശരിയായല്ലോ, എന്നാൽ പിന്നെ മൊത്തത്തിൽ AP ആയിരിക്കും എന്ന് വിചാരിക്കരുത്. ചിലപ്പോൾ ചില ക്വസ്റ്റ്യൻസിൽ അവസാനമായിരിക്കും തെറ്റിപ്പോകുന്നത്. അപ്പൊ ഈ ലാസ്റ്റ് 2 ടേംസ് തമ്മിലുള്ള ഡിഫറൻസും കൂടി നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അപ്പൊ 7/2 - 3. ഇവിടെയും ഒരു ഫ്രാക്ഷനും ഒരു ഹോൾ നമ്പറും സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോ 7 - 3 × 2 6 ഹോൾ ഡിവൈഡഡ് ബൈ 2. അപ്പൊ 1/2. അപ്പൊ ചുരുക്കി പറഞ്ഞ ഇവിടെ എല്ലായിടത്തും ഡിഫറൻസ് വന്നത് 1/2 ആണ്. ആണല്ലോ. ആ ക്വസ്റ്റിന്റെ ആൻസർ എഴുതുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി നമുക്ക് പഠിക്കാം. നമ്മൾ ഇവിടെ പഠിച്ചത് ഇത് ഫസ്റ്റ് ടേം അല്ലെ, A1 എന്ന് എഴുതാൻ പറ്റും. ഇത് സെക്കൻഡ് ടേം, രണ്ടാമത് വരുന്നയാളെ സെക്കൻഡ് ടേം എന്ന് പറയും, അതിനെ A2 എന്ന് എഴുതാൻ പറ്റും. മൂന്നാമത് വന്നയാളെ A3 എന്ന് എഴുതാൻ പറ്റും. ഇത് A4. അങ്ങനെയാണ് നമ്മൾ സാധാരണഗതിയിൽ റെപ്രസെന്റ് ചെയ്യാറ്. അപ്പോ ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ എങ്ങനെ ആൻസർ എഴുതുമെന്നാണ് ഇനി നമുക്ക് നോക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾ എഴുതും സെക്കൻഡ് പാർട്ടിന്റെ കേട്ടോ, ഈ ക്വസ്റ്റ്യനിലെ സെക്കൻഡ് പാർട്ടിന്റെ ആൻസർ എഴുതുമ്പോ നമ്മൾ എഴുതേണ്ടത് ഇറ്റ് ഈസ് ആൻ AP. രണ്ടാമത്തെ പാർട്ട് യെസ് ഇറ്റ് ഈസ് ആൻ AP. ആൻഡ് എങ്ങനെ നമ്മൾ അത് എഴുതും? A2 - A1, അതായത് സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം ചെയ്തപ്പോൾ നമുക്ക് ഹാഫ് എന്നാണ് കിട്ടിയത് അല്ലെ, 1/2. ആൻഡ് A3 - A2, തേർഡ് ടേമിൽ നിന്ന് സെക്കൻഡ് ടേം സബ്ട്രാക്ട് ചെയ്തപ്പോഴും 1/2 തന്നെയാണ് കിട്ടിയത്, വിച്ച് ഈസ് സെയിം ആസ് A4 - A3. ഫോർത്ത് ടേമിൽ നിന്ന് തേർഡ് ടേം സബ്ട്രാക്ട് ചെയ്തപ്പോഴും ഒരേ നമ്പർ ആണ്, 1/2 ആണ് കിട്ടിയത്. അതുകൊണ്ട് കോമൺ ഡിഫറൻസ് 1/2 എന്ന് എഴുതാൻ പറ്റും. അപ്പൊ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് റൈറ്റ് 3 more terms എന്നായിരുന്നു ക്വസ്റ്റ്യൻ അല്ലേ. അപ്പൊ 3 ടേംസും കൂടി എഴുതണം. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. അപ്പൊ 4 ടേംസ് ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട് അല്ലെ, 1 2 3 4. അപ്പൊ ഫിഫ്ത് ടേം കിട്ടണമെന്നുണ്ടെങ്കിൽ 7/2 + 1/2 ഇങ്ങനെയല്ലേ ചെയ്യേണ്ടത്. ഇവിടെ ഡിനോമിനേറ്റേഴ്സ് സെയിം ആയതുകൊണ്ട് ന്യൂമറേറ്റേഴ്സ് നേരെ ആഡ് ചെയ്താൽ മതി. അപ്പൊ 7 + 1 8, 8/2 എന്ന് വരും. 8/2 എന്ന് പറഞ്ഞാൽ 4. അപ്പൊ 4 ആണ് ഇവിടെ അടുത്ത ടേം ആയിട്ട് വരാൻ പോകുന്നത്. ഇനി അതുപോലെ എത്ര ടേംസ് വേണം? 3 more terms നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ 4 + 1/2, കാരണം കോമൺ ഡിഫറൻസ് 1/2 ആയതുകൊണ്ട്. ഇനി ഇവിടെയും ഡിനോമിനേറ്റർ ഇല്ല, ഈ ഒരു നമ്പർ ഹോൾ നമ്പർ ആണ്, അതുകൊണ്ട് 2 × 4 എന്ന് ചെയ്യാൻ പറ്റും അല്ലെ. 4 × 2 + 1 ഹോൾ ഡിവൈഡഡ് ബൈ 2. 4 × 2 8, 8 + 1 9, 9/2. ഇപ്പൊ 9/2 ആണ് ഇവിടെ അടുത്ത ടേം ആയിട്ട് വരാൻ പോകുന്നത്. ഇനി ഒരാളെയും കൂടി കണ്ടുപിടിക്കണം. അപ്പൊ 9/2 + 1/2. ഇത് രണ്ടും ഫ്രാക്ഷണൽ നമ്പേഴ്സ് ആണ്, രണ്ടുപേർക്കും സെയിം ഡിനോമിനേറ്റർ ആണ്, അതുകൊണ്ട് നേരിട്ട് ന്യൂമറേറ്റേഴ്സ് ആഡ് ചെയ്യാം. 9 + 1 ഹോൾ ഡിവൈഡഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ 10/2, അതായത് 5 ആണ് അടുത്ത ടേം ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് മൂന്നാമത്തെ പാർട്ട് നോക്കാം. ഇവിടെ ഫസ്റ്റ് ടേം അല്ലെ, ആദ്യം എഴുതിയിരിക്കുന്നത് -1/2. ഇത് രണ്ടാമത്തെ ടേം ആയിട്ട് തന്നിട്ടുണ്ട്, A2 A1. അപ്പൊ ഇവരുടെ ഡിഫറൻസ് നമുക്ക് നോക്കാം. A2 - A1 is equal to -3.2 - -1.2. ഇവിടെ മൈനസ് മൈനസ് ഒന്നിച്ച് വരുമ്പോൾ പ്ലസ് എന്നാക്കണം അല്ലെ. -3.2 + 1/2. ഇപ്പൊ ഇത് ശരിക്കും പറഞ്ഞ ഒരു നെഗറ്റീവ് നമ്പർ ആണ്, ആഡ് ചെയ്യുന്നത് പോസിറ്റീവ് നമ്പറുടെ കൂടെയാണ്. നെഗറ്റീവും പോസിറ്റീവും ആഡ് ചെയ്യുമ്പോൾ നമ്മൾ സബ്ട്രാക്ട് ആണ് ചെയ്യേണ്ടത്. വലിയ നമ്പർ 3.2, അതിൽ നിന്ന് 1.2 സബ്ട്രാക്ട് ചെയ്യണം. 2 - 2 0. ഇവിടെ ഡെസിമൽ ഉണ്ട്, അപ്പൊ ഇവിടെ ഡെസിമൽ ഇട്ടു. 3 - 1 2. അപ്പൊ 2 ആണ്, പക്ഷേ വലിയ നമ്പർ അതായത് 3.2 നെഗറ്റീവ് ആയിരുന്നു, അതുകൊണ്ട് ആൻസർ നെഗറ്റീവ് ആണ്, -2. ഓക്കെ, അപ്പൊ ഡിഫറൻസ് നമുക്ക് ഇവിടെ -2 എന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി തേർഡ് ടേമും സെക്കൻഡ് ടേമും കൂടെ നമുക്കൊന്ന് സബ്ട്രാക്ട് ചെയ്ത് നോക്കാം. A3 - A2. ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്നത് -5.2 - -3.2. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാല് വീണ്ടും നെഗറ്റീവ് നെഗറ്റീവ് വന്നപ്പോൾ പ്ലസ് ആയി. -5.2 + 3.2, അപ്പോഴും സബ്ട്രാക്ഷൻ തന്നെ. 5.2 - 3.2 വീണ്ടും നമുക്ക് -2 എന്ന് വരും. അപ്പൊ ശരിക്കും പറഞ്ഞാൽ അടുത്തത് നോക്കിയേ, 5.2 ന്ന് 7.2 മൂവ് ചെയ്തത്, നെഗറ്റീവ് തന്നെയാണ്. അപ്പൊ ഇവിടെയും കോമൺ ഡിഫറൻസ് ഉണ്ട്. ഡിഫറൻസ് കോമൺ ഡിഫറൻസ് ആയിട്ട് വന്നത് -2 ആണ്. നമ്മൾ അത് എങ്ങനെ എഴുതുമെന്ന് ചോദിച്ചാൽ A2 - A1 is equal to A3 - A2 is equal to A4 - A3 അല്ലെ. എല്ലായിടത്തും ഡിഫറൻസ് ആയിട്ട് കോമൺ ആയിട്ട് നമുക്കൊരു ഡിഫറൻസ് കിട്ടിയിട്ടുണ്ട്, which is -2. That is why it is an AP. അങ്ങനെയാണ് എഴുതുക.
ഇനി നെക്സ്റ്റ് 3 ടേംസും കൂടി കണ്ടുപിടിക്കണം അല്ലെ. 1 2 3 ടേംസ് കണ്ടുപിടിക്കണം. അപ്പൊ -2 ആഡ് ചെയ്ത് കൊടുത്താൽ മതി. -7.2 പ്ലസ് -2 രണ്ട് നെഗറ്റീവ് നമ്പേഴ്സ് ആഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ജസ്റ്റ് ആഡ് ദ നമ്പേഴ്സ് ആൻഡ് ഗിവ് നെഗറ്റീവ് സൈൻ. അപ്പോൾ 7.2 പ്ലസ് 2 എന്ന് പറയുമ്പോൾ ആ 2 ഹോൾ നമ്പർ ആണ്. ഡെസിമലിന്റെ ഇപ്പുറത്തെ ഇടാവുള്ളൂ. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു 0 ഉണ്ട്. 2.0 എന്നതാണ് ശരിക്കും പറഞ്ഞാൽ 2. അപ്പൊ ആഡ് ചെയ്യുമ്പോൾ 9.2 എന്നാണ് വരുന്നത്. ഇത് രണ്ട് നെഗറ്റീവ് നമ്പേഴ്സ് ആണ്. അപ്പൊ സമ്മും നെഗറ്റീവ് ആയിരിക്കും. -9.2 ആയിരിക്കും അടുത്ത ടേം ആയിട്ട് വരുന്നത്. ഇനിയോ വീണ്ടും നമ്മൾ -9.2 പ്ലസ് -2 ചെയ്യണം. അപ്പൊ -11.2 എന്ന് വരും. ഇനി -11.2 പ്ലസ് -2 ചെയ്യുമ്പോൾ -13.2. അപ്പൊ ഇതാണ് നെക്സ്റ്റ് 3 ടേംസ് ആയിട്ട് വരുന്നത്. നാലാമത് തന്നിരുന്നത് ഈ ഒരു സീക്വൻസ് ആയിരുന്നു. ഇത് A1 അല്ലെ. ഫസ്റ്റ് വന്നിരിക്കുന്നത് A1, ഇത് A2, ഇത് A3, ഇത് A4. അപ്പൊ നമുക്ക് ഡിഫറൻസുകൾ കറക്റ്റ് ആണോ സെയിം ആണോ എന്ന് നോക്കാം. ആദ്യം അതാ ചെയ്യേണ്ടത്. അപ്പൊ A2 മൈനസ് A1 -6 മൈനസ് -10 അല്ലെ. -6 മൈനസ് -10. ഇവിടെ രണ്ട് നെഗറ്റീവ് ഒന്നിച്ച് വന്നു കഴിഞ്ഞാൽ അത് പ്ലസ് ആവും. -6 പ്ലസ് 10. ഇപ്പൊ ആഡിങ് പോസിറ്റീവ് നമ്പർ വിത്ത് എ നെഗറ്റീവ് നമ്പർ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ സബ്ട്രാക്ഷൻ ചെയ്യേണ്ടത്. 10 നിന്ന് 6 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 4. വലിയ നമ്പർ പോസിറ്റീവ് ആയിരുന്നു. അപ്പൊ ആൻസറും പോസിറ്റീവ്. അപ്പൊ A2 മൈനസ് A1 നമുക്ക് 4 എന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി A3 മൈനസ് A2 നോക്കാം. അപ്പൊ -2 മൈനസ് -6. ഇവിടെയും രണ്ട് നെഗറ്റീവ് ഒന്നിച്ചുണ്ട്. അപ്പൊ -2 പ്ലസ് 6 എന്ന് വരും അല്ലെ. ഇതും വലിയ നമ്പർ പോസിറ്റീവ് ആണ്. ആൻസർ പോസിറ്റീവ് ആയിട്ടിരിക്കും. 6 നിന്ന് 2 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 4. അവിടെയും ഡിഫറൻസ് 4 എന്നാണ് വന്നത്. ഇനി നമുക്ക് A4 മൈനസ് A3 കൂടി നോക്കാം. 2 മൈനസ് -2 ഇവിടെ മൈനസ് ഒന്നിച്ചിരിക്കുമ്പോൾ അത് പ്ലസ് എന്നാവും അല്ലേ. മൈനസ് ഒന്നിച്ചിരിക്കുമ്പോൾ പ്ലസ് എന്നാവും. അപ്പൊ ഇത് 2 പ്ലസ് 2 അതായത് 4 തന്നെയാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ A2 മൈനസ് A1 സെയിം ആസ് A3 മൈനസ് A2 ഇറ്റ് സെയിം ആസ് A4 മൈനസ് A3. എത്ര കിട്ടിയത്? നമുക്ക് 4 ആണ്. അപ്പൊ കോമൺ ഡിഫറൻസ് ഉണ്ട്. ഇതൊരു AP ആണ്. കോമൺ ഡിഫറൻസ് 4 ആണ്. ഇനി നമ്മളോട് ഇതിനകത്ത് 3 ടേംസും കൂടി കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ. നെക്സ്റ്റ് 3 ടേംസ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ 4 ആഡ് ചെയ്ത് പോയാൽ മതി. കോമൺ ഡിഫറൻസ് നമുക്ക് 4 ആണെന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പം A4 വരെ നമ്മുടെ ക്വസ്റ്റിനകത്ത് തന്നെ ഇരിപ്പുണ്ട്. അപ്പൊ A5 ആയിട്ട് വരാൻ പോകുന്നത് 2 പ്ലസ് 4 6 ആയിരിക്കും. പിന്നെ അടുത്തത് A6 സിക്സ്ത് ടേം എന്ന് പറയുന്നത് 6 ആയി. ഇപ്പം തൊട്ട് മുമ്പ് വന്നത് 6 ആണെങ്കിൽ 6ന്റെ കൂടെ കോമൺ ഡിഫറൻസ് 4 ആഡ് ചെയ്യുന്നു. അപ്പൊ 10 കിട്ടും. ഒരെണ്ണം കൂടി വേണം. 7th ടേം. അത് ഇനി തൊട്ട് മുമ്പത്തെ ടേം എടുക്കുക. 10 പ്ലസ് 4 14 എന്ന് കിട്ടും. അപ്പോൾ അടുത്ത 3 ടേംസ് എന്ന് പറയുന്നത് ഇവിടെ വരാൻ പോകുന്നത് 6 10 14 എന്നായിരിക്കും. ഇനി നമുക്ക് ഈ ഒരു സീക്വൻസ് നോക്കാം. ഇവിടെ A1 ആയിട്ട് 0 തന്നിട്ടുണ്ട്. A2 എന്ന് പറയുന്നത് -4, A3 എന്ന് പറയുന്നത് -8, A4 എന്ന് പറയുന്നത് -12. അപ്പം ഡിഫറൻസുകളാണ് ചെക്ക് ചെയ്യേണ്ടത് അല്ലേ. A2 മൈനസ് A1 -4 -0 -4 എന്ന് വരും. ഇനി വേണ്ടത് A3 മൈനസ് A2. അപ്പോഴോ A3 എന്ന് പറയുന്നത് -8 -4. ഇവിടെ രണ്ട് നെഗറ്റീവ് അടുത്തടുത്ത് വന്നിട്ടുണ്ട്. അപ്പൊ അത് പ്ലസ് ആക്കാം. -8 പ്ലസ് 4. ഇപ്പൊ ഒരു നെഗറ്റീവ് നമ്പറും പോസിറ്റീവും കൂടി ആഡ് ചെയ്യുവാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ സബ്ട്രാക്ട് ചെയ്യണം. 8 ആണ് വലുത്. 8 മൈനസ് 4 എന്ന് വന്നു. 8 നെഗറ്റീവ് ആയതുകൊണ്ട് ആൻസറും നെഗറ്റീവ് ആണ്. അപ്പോൾ രണ്ട് സമയത്തും നമുക്ക് കോമൺ ഇപ്പൊ വന്നിരിക്കുന്ന കോമൺ ഡിഫറൻസ് -4 ആയിട്ടുണ്ട്. ഇനി A4 മൈനസ് A3 കൂടി നോക്കാം. അപ്പൊ -12 മൈനസ് -8. ഇവിടെ മൈനസും പ്ലസ് ആവും. അപ്പൊ -12 പ്ലസ് 8. നെഗറ്റീവും പോസിറ്റീവും ആഡ് ചെയ്യുവാണ്. സബ്ട്രാക്ട് ചെയ്യണം. അപ്പൊ -4. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇത് AP ആണ്. നമുക്ക് വന്ന കോമൺ ഡിഫറൻസ് -4 ആണ്. ഇനി ഈ ക്വസ്റ്റിനകത്ത് നമ്മളോട് നെക്സ്റ്റ് 3 ടേംസും കൂടി കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോ നെക്സ്റ്റ് 3 ടേംസ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ആഡ് ചെയ്ത് കൊടുത്താൽ മതി? -4 ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ -12 ഇപ്പൊ ഇവിടെ ഇരിക്കുന്നത്. അപ്പൊ -12 പ്ലസ് -4. രണ്ട് നെഗറ്റീവ് നമ്പേഴ്സ് ആഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ആഡ് ദ നമ്പേഴ്സ്. 12ഉം 4ഉം ആഡ് ചെയ്യുമ്പോൾ 16. രണ്ട് നെഗറ്റീവ് ആയതുകൊണ്ട് ആൻസറും നെഗറ്റീവ് ആയിരിക്കും. അപ്പൊ ഇവിടെ വരാൻ പോകുന്നത് -16 ആണ്. ഇനി അപ്പൊ -16 കഴിഞ്ഞ് വരാൻ പോകുന്നത് ആരാന്ന് ചോദിച്ചാൽ -16 പ്ലസ് -4 ചെയ്യണം. രണ്ട് നെഗറ്റീവ് നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ ജസ്റ്റ് ആഡ് ചെയ്താൽ മതി അല്ലേ. 16ഉം 4ഉം
20 ആൻഡ് രണ്ട് നെഗറ്റീവ് ആയതുകൊണ്ട് ആൻസർ നെഗറ്റീവ് ആയിരിക്കും. ഇനി വീണ്ടും -4 ആഡ് ചെയ്യുമ്പോൾ ഇവിടെ -24 എന്ന് വരും. അപ്പൊ ഇതാണ് നെക്സ്റ്റ് 3 ടേംസ്. ഇനി നമുക്ക് ഈ ഒരു സീക്വൻസും കൂടി ചെക്ക് ചെയ്യാം. ഫസ്റ്റ് ടേമും സെക്കൻഡ് ടേമും തേർഡ് ടേമും ഫോർത്ത് ടേമും എല്ലാം ഒരേ നമ്പർ ആണ്, -1/2. അപ്പൊ പെട്ടെന്ന് കാണുമ്പോൾ വിചാരിക്കുന്നത് എന്താ സീക്വൻസ് ആണെന്ന്. പക്ഷെ ആക്ച്വലി ഇതും ഒരു AP ആണ്. ഇവിടെ കോമൺ ഡിഫറൻസ് ആരാന്ന് ചോദിച്ചാൽ സബ്ട്രാക്ട് ചെയ്ത് ആരെ കിട്ടും? സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം ചെയ്താൽ 0 കിട്ടും. അപ്പൊ കോമൺ ഡിഫറൻസ് 0 ആണ്. നെക്സ്റ്റ് 3 ടേംസ്, എത്ര ടേംസ് വേണേലും എഴുതാലോ, എല്ലാം ആരായിരിക്കും? -1/2 ആയിരിക്കും. അപ്പൊ കോമൺ ഡിഫറൻസ് 0 ആയിട്ടും AP വരാം, അല്ലെങ്കിൽ അരിത്മെറ്റിക് സീക്വൻസ് വരാം. അടുത്ത ക്വസ്റ്റ്യനില് ഫോർ ദ ഫോളോവിങ് APs റൈറ്റ് ദ ഫസ്റ്റ് ടേം ആൻഡ് ദ കോമൺ ഡിഫറൻസ്. അതായത് ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും ഈ തന്ന APയിലെ എല്ലാം കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് ഈ ഫസ്റ്റ് വൺ നോക്കാം. ഇതിലെ ഫസ്റ്റ് ടേം ആരാണെന്ന് ചോദിച്ചാൽ ആദ്യം ഇരിക്കുന്ന ടേം അല്ലെങ്കിൽ നമ്പർ അല്ലെ, 3 ആണ്. ഈ കോമൺ ഡിഫറൻസ് എങ്ങനെ കണ്ടുപിടിക്കും? ജനറലി സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം ചെയ്താൽ മതി. അപ്പൊ 1 - 3. അപ്പൊ 1 - 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 + -3 ആണ്. ഓക്കെ, ആഡിങ് എ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി സബ്ട്രാക്ഷൻ ആണ്. 3ന്ന് 1 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 2, 3 ആയിരുന്നു വലുത്, നെഗറ്റീവ് ആണ്, അതുകൊണ്ട് ആൻസർ നെഗറ്റീവ് ആണ്. അപ്പൊ കോമൺ ഡിഫറൻസ് -2. ഇനി രണ്ടാമത് വന്നിരിക്കുന്നതില് ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് -5 ആണ് അല്ലെ. ഇനിയോ കോമൺ ഡിഫറൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം. സെക്കൻഡ് ടേം -1 -5 അല്ലെ. ഫസ്റ്റ് ടേം -5 ആണ്. ഇവിടെ രണ്ട് മൈനസ് ഒന്നിച്ച് വന്നിട്ടുണ്ട്, അപ്പൊ അത് പ്ലസ് എന്നാവും, +5. ഇപ്പൊ എന്ത് പറ്റി? ഇത് അഡീഷൻ ഓഫ് എ പോസിറ്റീവ് നമ്പർ വിത്ത് എ നെഗറ്റീവ് നമ്പർ. ശരിക്കും പറഞ്ഞാൽ സബ്ട്രാക്ട് ആണ് ചെയ്യേണ്ടത്. 5ന്ന് 1 സബ്ട്രാക്ട് ചെയ്യുന്നു, 4. 5 ആയിരുന്നു വലുത്, അത് പോസിറ്റീവ് ആയിരുന്നു, അതുകൊണ്ട് ആൻസറും പോസിറ്റീവ്. അപ്പൊ കോമൺ ഡിഫറൻസ് 4 എന്ന് കിട്ടി. ഇനി നമുക്ക് ഈ മൂന്നാമത്തെ ആളെ ഒന്ന് നോക്കാം. ഇവിടെ ഫസ്റ്റ് ടേം ആരാന്ന് ചോദിച്ചാൽ അത് 1/3 ആണ്. ഇനി കോമൺ ഡിഫറൻസ് കിട്ടണമെങ്കിലോ A2 - A1 ചെയ്യണം. A2 എന്ന് പറയുന്നത് സെക്കൻഡ് ടേം 5/3, A1 എന്ന് പറയുന്നത് 1/3. ഇവിടെ രണ്ടുപേർക്കും ഒരേ കോമൺ ഡിനോമിനേറ്റർ ആണ്, അതുകൊണ്ട് ന്യൂമറേറ്റേഴ്സ് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. 5 - 1 ഹോൾ ഡിവൈഡഡ് ബൈ 3. 5 - 1 എന്ന് പറഞ്ഞാൽ 4. അപ്പൊ 4/3 ആണ് കോമൺ ഡിഫറൻസ് ആയിട്ട്. കോമൺ ഡിഫറൻസ് 4/3. ഇനി ഫോർത്ത് വൺ വന്നിരിക്കുന്നത് ഫസ്റ്റ് ടേം ആരാ? എ എന്ന് പറയുന്നത് 0.6. കോമൺ ഡിഫറൻസ് കിട്ടണമെങ്കിൽ A2 - A1, സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം. ഇവിടെ സെക്കൻഡ് ടേം 1.7 - 0.6. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ഡെസിമൽസ് വെർട്ടിക്കലി അലൈൻഡ് ആയിട്ട് ഇങ്ങനെ നേരെ മുകളിലും താഴെയായിട്ട് എഴുതണം, എന്നിട്ട് സബ്ട്രാക്ട് ചെയ്യാവുള്ളൂ. അപ്പൊ 6ഉം 7ഉം സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 1, ഇവിടെ ഡെസിമൽ ഉണ്ട്, അപ്പൊ ഇവിടെയും ഡെസിമൽ ഇട്ടു. 1 - 0 1. അപ്പൊ കോമൺ ഡിഫറൻസ് 1.1. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. റൈറ്റ് ഫസ്റ്റ് 4 ടേംസ് ഓഫ് ദ AP when the first term A and common difference D are as follows. അതായത് ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും തന്നിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യണം? ആദ്യത്തെ 4 ടേംസ് എഴുതണം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് വണ്ണില് A തന്നിട്ടുണ്ട് അല്ലെ, ആദ്യം എഴുതുന്നത് 10 ആണ്. കോമൺ ഡിഫറൻസ് 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 10 ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ആഡ് ചെയ്ത് പോകണം. അപ്പൊ 10 + 10 20, 20 + 10 30, 30 + 10 40. ഇതാണ് ഫസ്റ്റ് 4 ടേംസ്. 1 2 3 4 ടേംസ് കിട്ടി. ഇനി സെക്കൻഡ് പാർട്ടിൽ വന്നിരിക്കുന്നത് A -2, അതായത് -2ൽ സ്റ്റാർട്ട് ചെയ്യണം. കോമൺ ഡിഫറൻസ് 0 എന്ന് പറഞ്ഞാൽ 0 ആഡ് ചെയ്ത് കൊടുക്കണമെന്ന്. എല്ലാം അപ്പൊ -2 ആയിരിക്കും. ഫസ്റ്റ് 4 ടേംസ് ഈസി ആയിട്ട് കിട്ടി. ഇനി തേർഡ് പാർട്ടില് ഫസ്റ്റ് ടേം ആയിട്ട് 4 തന്നിട്ടുണ്ട്. കോമൺ ഡിഫറൻസ് -3 ആണ്. അതായത് അടുത്ത ടേം കിട്ടണമെങ്കിൽ നമ്മൾ -3 ആഡ് ചെയ്യണം. 4 + -3 എന്ന് പറഞ്ഞാൽ +1 ആയിട്ട് വരും അല്ലേ. ഇനി 1 + -3 ആയിരിക്കും അടുത്ത ടേം. ആഡിങ് പോസിറ്റീവ് നമ്പർ വിത്ത് നെഗറ്റീവ് നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? സബ്ട്രാക്ഷൻ ആണ് ശരിക്കും. 3ന്ന് 1 സബ്ട്രാക്ട് ചെയ്യണം, 2 കിട്ടി. ഇനി വലിയത് 3 ആയിരുന്നു, 3 നെഗറ്റീവ് ആയിരുന്നു, അപ്പൊ ഇവിടെ -2 എന്ന് വന്നു. അടുത്തതും കൂടി കണ്ടുപിടിക്കണം അല്ലേ. അപ്പൊ -2ന്റെ കൂടെ എന്ത് ചെയ്യണം? +-3 ചെയ്യണം. രണ്ട് നെഗറ്റീവ് നമ്പേഴ്സ് ആണ് ആഡ് ചെയ്യുന്നത്. അപ്പൊ ജസ്റ്റ് ആഡ് ദ നമ്പേഴ്സ് ആൻഡ് പുട്ട് നെഗറ്റീവ് സൈൻ. അപ്പൊ -5 ആണ് അടുത്ത ടേം. അപ്പൊ 4 ടേംസും കിട്ടി. ഇനി ഫോർത്ത് പാർട്ട് ഓഫ് ദ ക്വസ്റ്റ്യൻ. ഫോർത്ത് പാർട്ടിൽ A ആയിട്ട് തന്നിരിക്കുന്നത് -1 ആണ് അല്ലെ. അപ്പൊ ഫസ്റ്റ് നമ്മൾ എഴുതേണ്ടത് തന്നെ -1 ആണ്. ഇനി 1/2 ആണ് കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് 1/2 ആണ്.
അപ്പൊ -1 + 1/2 ചെയ്ത് കഴിയുമ്പോൾ ആരെ കിട്ടും? -1 + 1/2 എന്ന് പറയുമ്പോൾ ഇവിടുന്ന് 2 എടുത്ത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ? -1 × 2 -2 + 1 ഹോൾ ഡിവൈഡഡ് ബൈ 2 അല്ലെ? അതിനകത്ത് കൺഫ്യൂഷൻ ഉണ്ടോ? -1 × 2 നെഗറ്റീവ് ഇൻറ്റു പോസിറ്റീവ് നെഗറ്റീവ് ആണ്. അതുകൊണ്ടാണ് -1 × 2 -2 എന്ന് വന്നത്. -2 + 1 അപ്പോഴും ആഡിങ് എ പോസിറ്റീവ് നമ്പർ വിത്ത് എ നെഗറ്റീവ് നമ്പർ സബ്ട്രാക്ട്. വലുത് 2 ആണ്. 2 പക്ഷെ നെഗറ്റീവ് ആണ്. അപ്പൊ -1 വരും അല്ലേ? 2 - 1 1 വന്നു. 2 നെഗറ്റീവ് ആയതുകൊണ്ട് നെഗറ്റീവ് ആയി. ആൻസർ നെഗറ്റീവ് ആയി. ഇനി ഡിനോമിനേറ്ററിൽ 2 ഉണ്ട്. സോ നെക്സ്റ്റ് ടേം ആയിട്ട് ഇവിടെ വന്നത് -1/2. ഇനി മൂന്നാമത്തെ ടേമും കൂടി കണ്ടുപിടിക്കണ്ടേ? മൂന്നാമത്തെ ടേം കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പൊ കിട്ടിയത് -1/2. അതിന്റെ കൂടെ 1/2 കോമൺ ഡിഫറൻസ് 1/2 ആഡ് ചെയ്ത് കൊടുക്കണം. -1/2 + 1/2 0 ആണ് അല്ലെ? കാരണം ആഡിങ് എ നെഗറ്റീവ് വിത്ത് എ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ സബ്ട്രാക്ഷൻ ആണ്. 1/2 ന്ന് 1/2 സബ്ട്രാക്ട് ചെയ്താൽ 0 ആണ്. അപ്പൊ അടുത്ത ടേം 0 ആയിരിക്കും. ഇനി നാലാമത്തെ ടേമും കൂടി കണ്ടുപിടിക്കണ്ടേ? അതിന് ആരെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്? 1/2. കാരണം കോമൺ ഡിഫറൻസ് 1/2 ആയിരുന്നു. 0ന്റെ കൂടെ 1/2 ആഡ് ചെയ്താൽ 1/2 എന്ന് തന്നെ കിട്ടും. ഇനി നമുക്ക് ലാസ്റ്റ് വൺ നോക്കാം. ഫിഫ്ത്ത് വണ്ണില് കോമൺ ഫസ്റ്റ് ടേം വന്നിരിക്കുന്നത് -1.25. കോമൺ ഡിഫറൻസ് ആയിട്ട് വന്നിരിക്കുന്നത് -0.25 എന്നാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് ടേം കിട്ടണമെങ്കിൽ -0.25 ആണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പൊ ഇവിടെ -1/2ന്റെ കൂടെ -0.25 ആണ് ആഡ് ചെയ്യുന്നത് അല്ലെ? -1.25 + -0.25 രണ്ട് നെഗറ്റീവ് നമ്പേഴ്സ് ആഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ജസ്റ്റ് ആഡ് ദ നമ്പേഴ്സ് എന്നല്ലേ? ഇപ്പൊ 1.25 + 0.25 കണ്ടോ? ഡെസിമൽസ് എപ്പോഴും നേരെ മുകളിലും താഴെയായിട്ട് എഴുതാവുള്ളൂ. ഇനി ആഡ് ചെയ്യുമ്പോൾ ഇവിടെ 5 എന്ന് വന്നു, ഇവിടെ 1 വന്നു. അപ്പോഴോ രണ്ട് നെഗറ്റീവ് നമ്പർ ആഡ് ചെയ്താൽ ആൻസർ നെഗറ്റീവ് ആയിരിക്കും. ഇപ്പൊ -1.25 പിന്നെ അടുത്തത് വരുന്നത് -1.5 ആയിരിക്കും കേട്ടോ. രണ്ട് നെഗറ്റീവ് നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ എപ്പോഴും ആൻസർ നെഗറ്റീവ് ആണ്. ഇനി മൂന്നാമത്തെ ടേം കണ്ടുപിടിക്കണമെങ്കിൽ -1.5ന്റെ കൂടെ -0.25 ആണ് ആഡ് ചെയ്യുന്നത്. ഡെസിമൽസ് നേരെ മുകളിലും താഴെയായിട്ട് എഴുതുമ്പോൾ ഇത് കണ്ടോ 5 അതിന് നേരെ താഴെ 2 ആണ് വരുന്നത്. കാരണം ഡെസിമൽ കഴിഞ്ഞുള്ള നമ്പേഴ്സ് ഇവരാണ് ഒരേ പൊസിഷനിൽ ഇരിക്കുന്നവരെ ആഡ് ചെയ്യേണ്ടവര്. അപ്പൊ ഇതിന്റെ മുകളിൽ ആരാ ഉള്ളേ? ഇവിടെ ശരിക്കും പറഞ്ഞാൽ 0 വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ആക്ച്വലി അവിടെ ഒരു നമ്പറും ഇല്ല, പകരം 0 ഇടാം. അപ്പൊ 5 + 0 ഇവിടെ 5 വന്നു. ഇവിടെ ആഡ് ചെയ്യുമ്പോൾ 7 വന്നു. ഡെസിമൽ അവിടെ ഇട്ടു, 1 ഇട്ടു. നെഗറ്റീവ് നമ്പേഴ്സ് ആയിരുന്നു ആഡ് ചെയ്തത്. അപ്പൊ -1.75. ഇനി അടുത്ത ആളെയും കൂടി കണ്ടുപിടിക്കണം അല്ലെ? 4 ടേംസ് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് -1.75ന്റെ കൂടെ ആരെ ആഡ് ചെയ്യേണ്ടത്? കോമൺ ഡിഫറൻസ് -0.25. ഇപ്പൊ കണ്ടോ ഡെസിമൽസ് നേരെ മുകളിലും താഴെയായിട്ട് എഴുതുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. 5 + 5 10. ഇനി ഒരു 1 റിമൈൻഡർ ഉണ്ട്. 1 + 7 + 2 ഇപ്പൊ എത്ര വരും? 10 വരും. അപ്പം അവിടെയും 0 ആയി. ഡെസിമൽ ഇവിടെ ഇട്ടു, 1 ഇവിടെ റിമൈൻഡർ ഉണ്ട്. ഇനി നോക്കിയേ 1 + -1. 1 + -1 ആരാ? അപ്പോ അങ്ങനെ എടുക്കരുത് അല്ലെ? അതിനകത്ത് കൺഫ്യൂഷൻ വരുന്നില്ലേ? അതിനെന്ത് ചെയ്താൽ മതി? ആഡ് ചെയ്യുന്ന സമയത്ത് ഈ നെഗറ്റീവ് ഇല്ല എന്നങ്ങ് വിചാരിച്ചാൽ മതി. ഓക്കെ, ഇനി ആഡ് ചെയ്ത് നോക്കാം. അപ്പൊ 1 + 1 2. പക്ഷെ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആഡ് ചെയ്തത് രണ്ട് നെഗറ്റീവ് നമ്പേഴ്സ് അല്ലായിരുന്നോ? അപ്പൊ ആൻസറും നെഗറ്റീവ് ആയിരിക്കും. അടുത്തത് -2 ആണ്. അപ്പൊ 4 ടേംസ് നമുക്ക് അതിനകത്തും കിട്ടി. ഇനി നമുക്ക് SSLC ഏറ്റവും ലേറ്റസ്റ്റ് 2025 ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 13ലുള്ള ക്വസ്റ്റ്യൻ ആണ് നോക്കുന്നത്. Check whether each of the sequences given below are arithmetic sequences. Give reasons also. Find the common difference of the arithmetic sequence. അപ്പം ഇത് arithmetic sequence ആണോ എന്ന് ചെക്ക് ചെയ്യണം. ഇനി arithmetic sequence ആണെങ്കിൽ കോമൺ ഡിഫറൻസ് എഴുതണം അല്ലേ? അങ്ങനെയാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് ഫസ്റ്റ് വൺ നോക്കാം. നാച്ചുറൽ നമ്പേഴ്സ് ലീവിംഗ് റിമൈൻഡർ 1 ഓൺ ഡിവിഷൻ ബൈ 4. അപ്പൊ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചായിരുന്നു അല്ലേ? കഴിഞ്ഞ ദിവസത്തെ ക്ലാസ് കണ്ടിട്ടില്ലെങ്കിൽ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിരിക്കാം. അത് കണ്ടു പഠിക്കണം കേട്ടോ. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ? ഡിവിഷൻ ബൈ 4 എന്നാണ്. അപ്പൊ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സ് ആരാണെന്ന് ചോദിച്ചാൽ 4ന്റെ മൾട്ടിപ്പിൾസ് അല്ലെ? 4ന്റെ ടേബിളിലുള്ള നമ്പേഴ്സ് 4, 8, പിന്നെയോ 12, 4 3 12, 4 4 16, 4 5 20 ഇങ്ങനെയാണ് പോകുന്നത്.
ഇനി സീറോയും കൂടി ഇട്ട് കൊടുത്തേക്കാം. സീറോനെ നമുക്ക് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റൂലോ. പക്ഷെ ഇവിടെ നമുക്ക് റിമൈൻഡർ 1 വരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? 1 എല്ലാ നമ്പറിന്റെയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പൊ 1 5, പിന്നെ 8 plus 1 9, 12 plus 1 13, 17 plus 1 16 plus 1 17, 20 plus 1 21 ഇവരാണ് വന്നിരിക്കുന്നത്. ഈ എല്ലാ നമ്പേഴ്സിനെയും ഈ നമ്പേഴ്സിനെ എല്ലാം നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 1 വരും ഉറപ്പായിട്ടും. അപ്പൊ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ചെക്ക് വെദർ ദീസ് ആർ അരിത്മെറ്റിക് സീക്വൻസ്, ഇത് അരിത്മെറ്റിക് സീക്വൻസ് ആണോ എന്നാ ചോദിക്കുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ 1 plus 4 ആണ് 5, 5 plus 4 ചെയ്താൽ 9, 9 plus 4 ചെയ്താൽ 13. അപ്പൊ ഇത് കാണുമ്പോഴേ അറിയാം ഇത് അരിത്മെറ്റിക് സീക്വൻസ് ആണ്, ഇത് അരിത്മെറ്റിക് സീക്വൻസ് ആണ്. ഇനി ആണെങ്കിൽ എന്ത് ചെയ്യണം? ഫൈൻഡ് ദ കോമൺ ഡിഫറൻസ്. അപ്പൊ കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് കോമൺ ആയിട്ട് ആഡ് ചെയ്ത് കൊടുത്തത് 4 ആണ്. അപ്പൊ ഇത് അരിത്മെറ്റിക് സീക്വൻസ് ആണ്, കോമൺ ഡിഫറൻസ് 4 ആണ്. അടുത്തത് നാച്ചുറൽ നമ്പേഴ്സ് ലീവിംഗ് റിമൈൻഡർ 1 or 2 ഓൺ ഡിവിഷൻ ബൈ 4. അപ്പൊ വീണ്ടും ഡിവിഷൻ ബൈ 4 ആണ്. അപ്പൊ 4ന്റെ മൾട്ടിപ്പിൾസ് എഴുതിയിട്ട് തുടങ്ങാം. 4 4, 4 8, 4 3 12, 4 16 ഇത്രയും മതി. സീറോയും കൂടി കൊടുത്തേക്കാം. ഇനി നമുക്ക് വേണ്ട റിമൈൻഡറോ 1 വരാം അല്ലെങ്കിൽ 2 വരാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ റിമൈൻഡർ 1 വരണമെന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? 1 ആഡ് ചെയ്ത് കൊടുത്താൽ മതി അല്ലേ? 0 plus 1 1 മുമ്പ് ചെയ്ത അതേപോലെ തന്നെ വരും. 1 5 9 13 അങ്ങനെ പോകുന്ന സീക്വൻസ്. പക്ഷെ 1 or 2, 1 അല്ലെങ്കിൽ 2 എന്ന് പറഞ്ഞാൽ 2 കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. 0ന്റെ കൂടെ 2 ആഡ് ചെയ്താൽ 2, 4ന്റെ കൂടെ 2 ആഡ് ചെയ്താൽ 6, 8ന്റെ കൂടെ 2 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 10, പിന്നെ 12ന്റെ കൂടെ 2 ആഡ് ചെയ്താൽ 14. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഈ സെക്കൻഡ് പാർട്ടിൽ വന്നിരിക്കുന്ന സീക്വൻസ് 1 2 5 6 9 10 13 14 എന്നാണ്. കാരണം 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 1 അല്ലെങ്കിൽ 2 റിമൈൻഡർ ആയിട്ട് വന്നാൽ മതി എന്നായിരുന്നു കണ്ടീഷൻ. ഇനി ഇത് ശരിക്കും പറഞ്ഞ അരിത്മെറ്റിക് സീക്വൻസ് ആണോ? അല്ല അല്ലെ? കാരണം 1ന്ന് 2ലോട്ട് 1 ആഡ് ചെയ്ത് കൊടുത്താൽ മതി. പക്ഷെ 2ന്ന് 5ലോട്ടോ 3 ആണ് ആഡ് ചെയ്ത് കൊടുക്കണ്ടേ. അപ്പൊ there is no common difference, so it is not an arithmetic sequence. അവർ റീസൺ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ റീസൺ അങ്ങനെ എഴുതിയാൽ മതി. It is not an arithmetic sequence because no common difference. No common difference. ഇനി അടുത്തത് തന്നിരിക്കുന്നത് സ്ക്വയേഴ്സ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ആണ്. സ്ക്വയേഴ്സ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നല്ലേ, ഓരോ നാച്ചുറൽ നമ്പറിന്റെ സ്ക്വയർ. അപ്പൊ 1 സ്ക്വയർ അതായിരിക്കും ആദ്യം വരാൻ പോകുന്നത് 1, പിന്നെ 2 സ്ക്വയർ 4, ഓർമ്മയുണ്ടോ? അതുപോലെ 3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? 3 into 3 9, അതാണ് അടുത്ത നമ്പർ. ഇതെന്തായാലും അരിത്മെറ്റിക് സീക്വൻസ് ആവില്ല. പിന്നെ നാലാമത്തെ ടേം ആരാ? 4 സ്ക്വയർ 4 into 4 16. അപ്പൊ ഇതൊരു അരിത്മെറ്റിക് സീക്വൻസ് ആണോ? ഇതാണ് സ്ക്വയർ നമ്പേഴ്സിന്റെ സീക്വൻസ്. ഇതില് 1ന്റെ കൂടെ 3 ആഡ് ചെയ്തിട്ടാണ് അടുത്ത ആളെ കിട്ടിയത്. 4ന്റെ കൂടെ 5 ആഡ് ചെയ്തപ്പോഴാണ് നെക്സ്റ്റ് ടേം വന്നത്. അപ്പൊ ഇതും ഒരു അരിത്മെറ്റിക് സീക്വൻസ് അല്ല. റീസൺ എന്താന്ന് ചോദിച്ചാൽ there is no common difference. പിന്നെ ഈ സീക്വൻസ് എഴുതി കാണിച്ചാൽ മതി. the required sequence is this one എന്ന് പറഞ്ഞാൽ മതി. അടുത്തത് റെസിപ്രോക്കൽസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. ആ പേര് കേൾക്കുമ്പോഴേ തോന്നുന്നില്ലേ അതെന്തായാലും AP ആവില്ല. എന്നാലും നമുക്ക് എഴുതി കാണിച്ചേക്കാം. സോ ഫോർത്ത് വണ്ണില് റെസിപ്രോക്കൽസ് ഓഫ് നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞാൽ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ തല തിരിച്ചിടുക അല്ലെ, ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ ആയിട്ട് വരും. ഇപ്പം ഒരു 10 എന്ന് പറഞ്ഞ നമ്പറിന്റെ ഡിനോമിനേറ്റർ എത്രയാന്ന് ചോദിച്ചാൽ 1 ഉണ്ട് അവിടെ, 10/1 ആണ്. അപ്പൊ റെസിപ്രോക്കൽ എടുക്കുമ്പോഴോ 1/10 എന്ന് വരും. അപ്പൊ ഇവര് പറയുന്നത് എന്താണ്? റെസിപ്രോക്കൽ ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്, എല്ലാ നാച്ചുറൽ നമ്പറിന്റെയും റെസിപ്രോക്കൽ എടുക്കണം. അപ്പൊ 1ന്റെ റെസിപ്രോക്കലോ 1 തന്നെയാണ്, 1/1 1 തന്നെ. 2ന്റെ റെസിപ്രോക്കലോ 1/2. 3യുടെ റെസിപ്രോക്കൽ 1/3. പിന്നെയോ 1/4. ഇത് കാണുമ്പോഴേ അറിയാം അരിത്മെറ്റിക് സീക്വൻസ് അല്ല, there is no common difference. ഇനി ഫിഫ്ത്ത് വൺ വന്നേക്കുന്നത് പവേഴ്സ് ഓഫ് 2. അതായത് 2, പിന്നെ 2 സ്ക്വയർ ആൻഡ് 2 ക്യൂബ്, 2 raised to 4 ഇങ്ങനെയാണ് മൂവ് ചെയ്യുക. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യത്തെ ഫസ്റ്റ് ടേം ആയിട്ട് 2 to the power 0 കൊടുത്തേക്കാം. ഓക്കെ, 2 to the power 0, 2 to the power 1 ഇങ്ങനെയാണ് പോകുന്നത്. 2 to the power 0 എന്ന് പറഞ്ഞാൽ ഏതൊരു നമ്പറും to the power 0 കൊടുത്തു കഴിഞ്ഞാൽ 1 ആണ്. 100 to the power 0 കൊടുത്താലും 1 ആണ്. 99 to the power 0 കൊടുത്താലും 1 ആണ്. അപ്പൊ 2 to the power 0 1, 2 to the power 1
എന്ന് പറഞ്ഞാൽ 2 ഒറ്റ പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യാന്നാണ്. അപ്പോഴും 2 തന്നെയാണ്. 2 സ്ക്വയർഡ് എന്ന് പറഞ്ഞാലോ 2 into 2 4. 2 ക്യൂബ്ഡ് എന്ന് പറയുമ്പോൾ 3 പ്രാവശ്യം 2 മൾട്ടിപ്ലൈ ചെയ്യണം. 2 into 2 into 2 8. ഇത് കാണുമ്പോഴേ അറിയാലോ അരിത്മെറ്റിക് സീക്വൻസ് അല്ല. കാരണം കോമൺ ഡിഫറൻസ് എന്ന് പറയുന്ന ആൾ ഇതിനകത്തില്ല. അപ്പൊ അതും അരിത്മെറ്റിക് സീക്വൻസ് അല്ല എന്ന് എഴുതാം. ദർ ഇസ് നോ കോമൺ ഡിഫറൻസ്. പിന്നെ സീക്വൻസ് എഴുതിയാൽ മതി. അടുത്തത് ഹാഫ് ഓഫ് ദ ഓഡ് നമ്പേഴ്സ്. അപ്പൊ ആദ്യം ഓഡ് നമ്പർ ആരാണെന്ന് നോക്കാം. ഓഡ് നമ്പർ ആരാ? 3 1 എന്നല്ല സ്റ്റാർട്ട് ചെയ്യുന്നത്. 1 3 5 7 9 ഇങ്ങനെ പോകുന്നവരാണ് ഓഡ് നമ്പേഴ്സ്. പക്ഷെ ഹാഫ് ഓഫ് ഓഡ് നമ്പർ എന്ന് പറഞ്ഞാൽ 1ന്റെ ഹാഫ് 0.5, 3യുടെ ഹാഫ് 1.5 പകുതി അല്ലെ 1/2 അല്ലെങ്കിൽ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാന്നാണ് ഹാഫ് എന്ന് പറഞ്ഞ അർത്ഥം. 5ന്റെ ഹാഫ് 2.5, 7ന്റെ ഹാഫ് 3.5 ഇങ്ങനെയാണ് പോകുന്നത്. ഇത് AP ആണോ എന്ന് ചോദിച്ചാൽ AP ആണ്. നമ്മൾ ആഡ് ചെയ്ത് പോകുന്നത് 1 ആണ്. ഒരു നമ്പറിൽ നിന്ന് അടുത്ത നമ്പറിലോട്ട് മൂവ് ചെയ്യാൻ 1 ആഡ് ചെയ്താൽ മതി. അപ്പൊ ദിസ് ഇസ് ആക്ച്വലി ആൻ AP വിത്ത് കോമൺ ഡിഫറൻസ് 1. ഓക്കെ, ഇന്നത്തെ ക്ലാസ് കുട്ടികൾക്ക് എല്ലാം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് പാർട്ട് നമ്മൾ SSLC ബുക്കിൽ നിന്ന് തന്നെ അടുത്ത ക്വസ്റ്റ്യൻസും അടുത്ത ടോപ്പിക്കുമായിട്ട് മൂവ് ചെയ്യും. എല്ലാവരും നല്ല സന്തോഷത്തോടെ ആരോഗ്യത്തോടെ ഇരിക്കുക. താങ്ക് യു.